ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പുതിയതായിട്ടൊരു ബാത്റൂം നിർമ്മിക്കുമ്പോൾ അതിലെങ്ങനെ സിമ്പിളായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യാം എന്നുള്ളതാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിന് മാത്രം വാട്ടർ പ്രൂഫ് ചെയ്താൽ പോരെ, എന്തിനാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമിന് വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്, അതിൽ വരുന്ന വെള്ളം താഴോട്ടിറങ്ങി മണ്ണിലിട്ട് പോവില്ലേ എന്നാണ് ചോദിക്കാറുള്ളത്. എന്നാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളൊരു ബാത്റൂമാണ്. അതിൽ ബാത്റൂമിൽ നിന്നുള്ള വെള്ളം ലീക്കായി ഭിത്തിയൊക്കെ നനഞ്ഞ് ആകെ വൃത്തികേടായിരിക്കുന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമിൽ കൂടി വാട്ടർ പ്രൂഫ് ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് നേരെ വർക്ക്സൈഡിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ ചാനലധികവും ടൈൽ വർക്ക് സംബന്ധമായ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ടിക്ക് മാർക്ക് ആക്കിയിടുക. അപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. നമ്മുടെ വർക്ക് സൈറ്റ് എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ സൈറ്റ് എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് സൈറ്റ്. നമ്മളിപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്ത് കാണിക്കുന്ന ബാത്റൂം ഇതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമാണ്. ഇതൊരു പഴയ ബാത്റൂമാണ്. ഒരു 40 വർഷമെങ്കിലും പഴക്കമുള്ളൊരു ബാത്റൂമാണ്. ഇതിൽ പണ്ട് മൊസൈക്ക് വർക്കായിരുന്നു ചെയ്തിരുന്നത്. വാളിലും ഫ്ലോറിലും മൊസൈക്കായിരുന്നു. മൊസൈക്ക് കുത്തിപ്പൊളിച്ച് കളഞ്ഞ് രണ്ടാമത് തേച്ച് വയറിങ്ങും പ്ലംബിങ്ങും എല്ലാം ചെയ്ത് ഫ്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ അലമാരയെല്ലാം ക്ലോസ് ചെയ്ത് കളയേണ്ടതുണ്ട്. പിന്നെ ഇത് പെയിൻ്റ് അടിച്ച ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അടുത്തടുത്തായിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ടൈൽസ് ഒട്ടിക്കാനായിട്ട്. പെയിൻറ്റിൻ്റെ മുകളിൽ ടൈൽസ് ഒട്ടിക്കാൻ നോക്കിയാൽ നിൽക്കില്ല. പശയിൽ ഒട്ടിച്ചാലും അത് വിട്ടുപോകും. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ടൈൽസ് ഒട്ടിക്കാനായിട്ട്. അതും ഗമ്മിൽ തന്നെ ഒട്ടിക്കുകയും ചെയ്യണം. വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ള ഫ്ലോറ് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല വെള്ളത്തിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് സ്ലോപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിന് മുമ്പ് തേക്കുകയോ കുത്തിപ്പൊളിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി എടുക്കണം. അതിനുശേഷം വേണം വാട്ടർ പ്രൂഫ് ചെയ്യാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പഴയ ഭിത്തിയിൽ എങ്ങനെയാണ് ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടി ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ അടുത്തടുത്തായിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഭിത്തി തെളിച്ചെടുക്കുക. പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പൊടിയായിരിക്കും ഇതേപോലെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ. താമസിക്കുന്ന വീടൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ ശിഷ്യനെ കാണാൻ പോലും കൊള്ളാത്തതുകൊണ്ട് അമ്മാതിരി പൊടിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിങ് കഴിഞ്ഞ് കണ്ടമാനം പൊടി വാളിലും ഫ്ലോറിലും ആയിരുന്നു. അതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അല്പം പോലും പൊടി ഉണ്ടാവരുത്. ഇതിപ്പോൾ പഴയ ഭിത്തി ആയതുകൊണ്ട് ഇതിൽ ടൈൽസ് ഒട്ടിക്കുന്നതിന് മുമ്പായി ഒരു ലെയർ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ടൈൽസിൽ ഗമ്മ് തേച്ചിട്ട് ഒട്ടിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ടൈൽസിൽ പശ തേച്ചിട്ട് വാളിലേക്ക് ഒട്ടിക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും. അത് വിട്ടു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഭിത്തി തെളിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വാട്ടർ പ്രൂഫ് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പെഡിഫിൻ 2K ആണ്. ഇത് 15 കിലോയുടെ ഒരു പാക്കറ്റാണ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ ബോക്സിനുള്ളിൽ ഒരു 5 കിലോയുടെ കെമിക്കൽ ലിക്വിഡ് ഉണ്ട്. കൂടാതെ അതിനുള്ളിൽ ഒരു 10 കിലോയുടെ പാക്കറ്റ് സീലിംഗ് കോമ്പൗണ്ടുമാണ് ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ 15 കിലോ വാട്ടർ പ്രൂഫിൻ്റെ വില വരുന്നത് 1900 രൂപയാണ്. ഒരു ആവറേജ് ബാത്റൂമിൻ്റെ 1.5 അടി വാളും ഫ്ലോറും 2 കോട്ടടിക്കാൻ ഇത് 15 കിലോ പാക്കറ്റ് കറക്റ്റാണ്. നമുക്ക് ഈ സീലിംഗ് കോമ്പൗണ്ടിൻ്റെ പാക്കറ്റ് കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കാം. സീലിംഗ് കോമ്പൗണ്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ എയർ ടൈറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക കെമിക്കൽ ലിക്വിഡ്. ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ വരുന്നത് 2:1 ആണ്. ഇതിപ്പോൾ ഒരു 15 കിലോ പാക്കറ്റും കൊണ്ട് 2 ബാത്റൂമിൻ്റെ ഫ്ലോറ് വാട്ടർ പ്രൂഫ് ചെയ്യാൻ ധാരാളമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം എടുക്കുകയാണ്. 5 കിലോയുടെ കെമിക്കൽ ലിക്വിഡ് ഒരു 2.5 കിലോ എടുക്കുകയാണ്. സീലിംഗ് കോമ്പൗണ്ട് 10 കിലോയുടെ പാക്കറ്റാണ്. അപ്പോൾ നമ്മളൊരു 5 കിലോ എടുത്ത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഒരുമിച്ചിടുകയാണ്. അല്ലെങ്കിൽ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിത് മെഷീൻ ഉപയോഗിച്ച് സാവകാശം നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വാളിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്ലോറിൽ നിന്നും ഒരു 1.5 അടി ഹൈറ്റിൽ വേണം വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട്. വാള് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിൽ തന്നെ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അല്പം കൂടുതൽ നമുക്ക് വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഹോളുകളെല്ലാം തന്നെ നന്നായിട്ട് അടയാൻ പാകത്തിന് വേണം അടിച്ചു കൊടുക്കാൻ. ഹോൾ ഒട്ടും തന്നെ ഉണ്ടാവരുത്. നന്നായിട്ട് ക്ലിയറായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വാളിൽ ചുറ്റും 1.5 അടി ഹൈറ്റിൽ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലോറിലാണ് അടിക്കേണ്ടത്. ഫ്ലോറിലും അതേപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ നന്നായിട്ട് എയർ ഹോളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ക്ലിയറായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം അടിക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഹോളുകളെല്ലാം തന്നെ ക്ലിയറായിട്ട് തന്നെ അടഞ്ഞു പോയിക്കോളും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് വരിഞ്ഞതിന് ശേഷം വേണം സെക്കൻഡ് കോട്ട് അടിക്കാനായിട്ട്. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ ആദ്യം അടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടിക്കുക. അപ്പോൾ ആദ്യം അടിച്ച എന്തെങ്കിലും ഹോളുകൾ എന്തെങ്കിലും അടയാനുണ്ടെങ്കിൽ തന്നെ എല്ലാം ക്ലിയറായിട്ട് അടഞ്ഞു പോയിക്കോളും. ഫസ്റ്റ് കോട്ട് അടിക്കുന്ന സമയത്ത് കോൺക്രീറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അല്പം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ആ വെള്ളം വരിഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കാൻ എളുപ്പമാവും. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ വാട്ടർ പ്രൂഫിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ ഇനി ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് ടൈൽസ് ഒട്ടിക്കാനായിട്ട്. അധികം സ്ക്രാച്ചസ് ഒന്നും വീഴാത്ത രീതിയിൽ ടൈൽസ് ഒട്ടിക്കുക. ഇനി കുത്തിപ്പൊളിക്കലൊന്നും ചെയ്യരുത്. കുത്തിപ്പൊളിച്ചാൽ ആ ഹോളിൽ കൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ബാത്റൂമിൽ വാട്ടർ പ്രൂഫ് ചെയ്തുകൊണ്ട് മാത്രം ലീക്കേജ് തടയാൻ സാധിക്കില്ല. ടൈൽസ് ഒട്ടിക്കുമ്പോൾ സ്പേസർ ഗ്യാപ്പിട്ട് അപ്പോക്സി വർക്ക് കൂടി ചെയ്താലാണ് ലീക്കേജ് തടയാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാത്റൂമൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വീട് പണിയൊക്കെ നടക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.